ഹി ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, ബിജു മേനോൻ എന്ന നടനെ കുറിച്ചിട്ട് ഞാൻ കൂടുതൽ വാചാലിലാകേണ്ട ആവശ്യമില്ല. കക്ഷി എന്താ പറയുക, ഏതൊരു കഥ തൊട്ടാലും നമുക്കിരുന്ന് കാണാൻ തോന്നും. അങ്ങനത്തെ ഒരു സിനിമയാണ് തുണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു പേരിന് പല ഡബിൾ മീനിങ്ങും ഉണ്ട്. പക്ഷേ അതൊന്നും ഇതിൽ കവർ ചെയ്യുന്നത്. തുണ്ട് നമ്മുടെ പരീക്ഷയിൽ വെക്കുന്ന ആ ഒരു കഷ്ണം പേപ്പർ ഉണ്ടല്ലോ, അതിനെയാണ് ഈ ഒരു സിനിമ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് ഈ സിനിമയിൽ ഇങ്ങനത്തെ ഒരു പേര് വന്നു, അതും ഒരു പോലീസുകാരൻ്റെ ഇടയിൽ? അത് വളരെ എന്താ പറയുക, നമ്മളത് വിചാരിക്കുന്ന ഒരു കഥയാണ് ഇതിൽ പറയുന്നത്. രണ്ട് പോലീസുകാർ തമ്മിലുള്ള റൈവൽറി, അവർ തമ്മിലുള്ള ഒരു ഈഗോ പ്രശ്നം അല്ലെങ്കിൽ ഒരു ശത്രുത എങ്ങനെ രണ്ടുപേരെ യൂട്ടിലൈസ് ചെയ്യുന്നു. ആ രണ്ട് പോലീസുകാരായിട്ടാണ് ബിജു മേനോനും ഷൈൻ ടോം ചാക്കോവും കൂടി അഭിനയിക്കുന്നത്. രണ്ടുപേരും ഒരേ പോലീസ് സ്റ്റേഷൻ്റെ കീഴിലാണ്. രണ്ടുപേരും കോൺസ്റ്റബിൾസ് ആയിരുന്നു. പക്ഷേ ഷൈൻ ടോം ചാക്കോ ഹെഡ് കോൺസ്റ്റബിളായിട്ട് മാറി. ഒരു പരീക്ഷ എഴുതി കക്ഷി ഹെഡ് കോൺസ്റ്റബിളിലേക്ക് പ്രൊമോഷൻ കിട്ടി മാറി. ബിജു മേനോനാണെങ്കിൽ ഷൈൻ ടോം ചാക്കോവിനേക്കാളും കൂടുതൽ പ്രായമുണ്ട്. ബിജു മേനോൻ്റെ ക്യാരക്ടറിൻ്റെ പേരാണ് ബേബി എന്നുള്ളത്. ബേബിക്ക് ഭയങ്കര അമർഷം ഉള്ളിൽ. തൻ്റെ ഹെഡ് കോൺസ്റ്റബിൾ ആയല്ലോ കക്ഷി, എല്ലാ ദിവസവും ഇരുന്ന് കാണണം, കക്ഷി വളരെ അനുസരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഹെഡ് കോൺസ്റ്റബിൾ നല്ല പണി ബേബിക്ക് കൊടുക്കുന്നുമുണ്ട്. ബേബി തൊഴിലും കെട്ടിട്ട് അവസാനം എന്താ പറയുക, തൻ്റെ കൂട്ടുകാരുടെ ഇൻസ്പിറേഷൻ കിട്ടിയിട്ട് ഹെഡ് കോൺസ്റ്റബിളിൻ്റെ പരീക്ഷ എഴുതാൻ തീരുമാനിക്കണം. ഫിസിക്കൽ ടെസ്റ്റ് കക്ഷി പാസ്സായി. റിട്ടൺ എക്സാം എങ്ങനെ പാസ്സാവും? കക്ഷിക്ക് ഒരു കോൺഫിഡൻസും ഇല്ല അതിൽ. ആളുടെ സുഹൃത്ത് തന്നെ പറയാണ്, ധൈര്യമായിട്ട് ഒരു തുണ്ട് വെച്ചോ. ആൾ തുണ്ട് വെക്കുന്നുണ്ട്, ആദ്യം പിടിക്കപ്പെടുന്നുണ്ട്, പിന്നീടുള്ള സംഭവ വികാസങ്ങൾ നല്ല രസകരമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇഷ്ടപ്പെടാത്തൊരു കാര്യം, നെഗറ്റീവല്ല, പക്ഷേ എനിക്ക് എന്തോ ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നിയൊരു കാര്യം പിന്നെ ക്ലൈമാക്സ് പാട്ടായിരുന്നു. കക്ഷി കോൺസ്റ്റബിൾ പരീക്ഷ രണ്ടാമത്തെ എഴുതിയിട്ട് പിന്നീട് ഉണ്ടാവുന്ന കാര്യവികാസങ്ങൾ, അത് എന്തോ ഒരു ന്യായീകരണമില്ല. ജസ്റ്റ് എന്താ പറയുക, ലോട്ടറി വാങ്ങിച്ച പോലെ, ഒരു ലക്ക് കിട്ടിയ പോലെയായി ബേബിക്ക്. അതൊഴികെ ബാക്കിയെല്ലാം അടിപൊളിയാണ്. ഈ തുണ്ട് വെക്കാൻ പ്രേരിപ്പിക്കുന്നതും തുണ്ട് എങ്ങനെ വെക്കാൻ പഠിപ്പിക്കുന്നതും ഈ ബേബിയുടെ മകൻ തന്നെയാണ്. തുടക്കത്തിൽ ആ ഒരു ഇൻട്രൊഡക്ഷൻ സീനിൽ ബേബിയുടെ മകനോട് കൂടിയിട്ടാണ് തുടങ്ങുന്നത്. ആളൊരു തുണ്ട് വീരനാണ് സ്കൂളിൽ. ആൾ തുണ്ട് വെക്കുന്ന ആ ഒരു എന്താ പറയുക, ഒരു രീതിയുണ്ട്. റബ്ബറിൻ്റെ ഉള്ളിലും വാട്ടർ ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ ഉള്ളിൽ. ഭയങ്കര ക്രിയേറ്റീവായിട്ട് അത് കാണിച്ചിട്ടുണ്ട്. റിയൽ വേൾഡിൽ നടക്കില്ല എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പഠിക്കുന്ന സമയത്ത് അത്രയ്ക്ക് അങ്ങോട്ട് ആഴ്ന്ന് ഇറങ്ങി തുണ്ടുകളൊന്നും വച്ചിട്ടില്ല. ഇത്തിരി നോസ്റ്റാൾജിക് എക്സ്പീരിയൻസ് നമ്മളെ പോലുള്ളവർക്ക് തരും. തുണ്ട് വച്ചവർക്കൊക്കെ ആ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാം. പിന്നെ സിനിമയുടെ കവർ ചെയ്ത് പോവാത്തൊരു കാര്യം, ഈ ഒരു കുടുംബജീവിതം, ഇവരുടെ ഒരു കുടുംബജീവിതം കാണിക്കുന്നുണ്ടായിരുന്നു. ബേബിയും ബേബിയുടെ മകനും ബേബിയുടെ ഭാര്യയായിട്ടും. അത് കുറച്ചും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു എന്നൊരു സജഷൻ എനിക്കുണ്ട്. അത് കുറച്ചും കൂടി നന്നായേനെ, കുറച്ചും കൂടി ഫാമിലി വ്യൂവേഴ്സിനെ അട്രാക്ട് ചെയ്തേനെ. ഇത് എല്ലാവരെയും അട്രാക്ട് ചെയ്യുന്ന ഒരു മൂവി തന്നെയാണ്. ഒരു സ്പെസിഫിക് ജെൻഡറിന് സ്പെസിഫിക് ക്ലാസിഫിക്കേഷൻ ഒന്നും പറയാൻ പറ്റത്തില്ല. എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ്. ആൻഡ് ഐ ഹൈലി റെക്കമെൻഡ് വാച്ചിങ് ഇറ്റ്. ഇറ്റ് ഷുഡ് ബി പ്ലേയിങ് ഇൻ യുവർ നിയർ ബൈ തിയേറ്റർ. അത്ര പെട്ടെന്ന് ഫേഡ് ചെയ്ത് പോകേണ്ടതൊന്നുമല്ല. ആൻഡ് തേർഡ് തിങ്, ബിജു മേനോൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് ഈ ഒരു സിനിമയിൽ അത്യാവശ്യം കുമ്പയുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ബിക്കോസ് ദ ക്യാരക്ടർ ഡിമാൻഡ്സ്. പക്ഷേ ക്യാരക്ടർ ഒരു 45-48 വയസ്സായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. കൃത്യമായിട്ട് പറയുന്നില്ല. ബട്ട് ഹീ ഈസ് ഏജ്ഡ്. ബേബി ഭയങ്കര പ്രായമുള്ളൊരു വ്യക്തിയാണ്. ഈ ഒരു സിനിമയിൽ ഇങ്ങയുടെ കൂട്ടുകാരൻ, പേര് ഞാൻ പറഞ്ഞു, ഈ ഡോഗ് സ്ക്വാഡിലെ ട്രെയിനി ആയിട്ട് മാറുന്ന ഒരു മൊട്ടത്തലയെ പിടിച്ചൊരു നടനുണ്ട്. പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. ഇതൊരു പാട്ട് സീനിൽ ഈ കക്ഷിയുടെ ഒരു ഡാൻസ് ഉണ്ട്. നമ്മുടെ തമിഴ്നാട് അല്ല ടോളിവുഡിലൊക്കെ സ്ഥിരം കണ്ടുവരുന്ന വിജയുടെ ഒരു തരം കാല് വെച്ചിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടല്ലോ, തമിഴ് ഡാൻസ്. ഒരു ഡാൻസ് ഫീൽ അടിപൊളിയായിട്ട് അവൻ കളിക്കുന്നുണ്ട്. ഞാൻ തീരെ പ്രതീക്ഷയില്ല കക്ഷിയുടെ ആ ഒരു ആക്ടറിന് ഇങ്ങനെ പറ്റുമെന്നുള്ളത് തന്നെ. കാരണം ആ ആക്ടറെ കൂടുതൽ ഹാസ്യമാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഈ സിനിമയിൽ അത്യാവശ്യം ഹാസ്യം ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയിട്ടും ബിജു മേനോൻ ബേബിയുടെ ഒരു സപ്പോർട്ടീവ് കൂട്ടുകാരൻ അല്ലെങ്കിൽ ട്രെയിനിങ് ക്യാമ്പിൽ വെച്ച് പരിചയപ്പെടുന്ന ഒരു കൂട്ടുകാരനായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ആ ഒരു പാട്ട് സീനിൽ ഐ തിങ്ക് 2 മിനിറ്റോളം ഉണ്ട്. കക്ഷി ഒരു ബ്ലാക്ക് ടീഷർട്ടും പിന്നെ ഒരു ആർമി കാർഗോസൊക്കെ ഇട്ടിട്ട് കളിക്കുന്ന ഒരു ഡാൻസ് സ്റ്റെപ്പ് കില്ലറാണ്. ആൻഡ് ആ ഒരു ഷോട്ടിൽ ബേബി അവിടെ ചുമ്മാ പോലീസ് വണ്ടി അല്ലെങ്കിൽ ആർമി വണ്ടിയിൽ കയറിയിരിക്കുക,
അല്ലെങ്കിൽ ചുമ്മാ ഡാൻസ് കളിച്ചിട്ട് അടിപൊളി ഡാൻസ് ആണെന്ന് പറഞ്ഞ് തലയാട്ടി കളിക്കുന്നത് മാത്രമല്ല വേറെ ഒന്നും ചെയ്യുന്നില്ല. സോ ആ ഒരു സീനിൽ തന്നെ വ്യക്തമാവുന്നുണ്ട് ബേബി അല്ലെങ്കിൽ ബിജു മേനോൻ്റെ ആ ഒരു വയറ് ചാടിയ അവസ്ഥ. സോ ഹീ കാൺ ഡൂ ദാറ്റ് ഡാൻസ് സ്റ്റെപ്പ്. സോ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ മറ്റവനെ കൊണ്ട് പ്ലേ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവുക. ബട്ട് അത് എന്തോ ഒരു പ്രശംസാർഹമായ ഒരു കാര്യമായിട്ട് തോന്നിപ്പോയി. ഐ മീൻ ഐ വാസ് ടോട്ടലി ടേക്കൺ ബാക്ക്. ആൾ കളിച്ച വിധം എങ്ങനെയാണെന്നുള്ളത് നിങ്ങളും ശ്രദ്ധിക്കും ഈ ഒരു സിനിമ കാണുമ്പോൾ. സോ ഗൈസ് ഡോണ്ട് ബി ലൈക്ക് കാണാൻ വേണ്ടിയോ നോ, തീർച്ചയായിട്ടും പോയി കാണാം. ഫാമിലിയോടൊപ്പം കാണാൻ പറ്റിയ നല്ല ഒരു സിനിമ തന്നെയാണ്. ഫാമിലി മാത്രമല്ല, ഒരു കപ്പിൾസായിട്ടും മറ്റൊക്കെയായിട്ടും പോയി കാണാൻ പറ്റിയ നല്ല ഒരു സിനിമ തന്നെയാണ്. ആൻഡ് ദിസ് ഈസ് നൈസ് കോമ്പറ്റീഷൻ ഫോർ ബ്രഹ്മയുഗം. കാരണം ബ്രഹ്മയുഗൻ്റെ ജനർ വേറെ, ഇതിൻ്റെ ജനർ വേറെ തന്നെയാണ്. സോ ദിസ് ഇസ് നോട്ട് ഗോൺ ബി ലൈക്ക് കോമ്പറ്റീഷൻ. രണ്ടും രണ്ട് സെക്ഷനിൽ വരുന്ന സിനിമകളാണ്. ആൻഡ് ദേ ടോട്ടലി ഓഫർ ഡിഫറെൻറ്റ് ഫീലിങ്സ്. ഗൈസ് ഡോണ്ട് ഫോർഗെറ്റ് ടു വാച്ച് ദിസ്. ദിസ് is not a must watch, but if you want to have some leisure time with your friends, with your family, this is one of the movies called Thunder. Guys, catch you guys in next movie review, which will be about Madam Web. എല്ലാവരും നെഗറ്റീവ് റിവ്യൂ അടിച്ച ഒരു സിനിമ, ബട്ട് ദർ ആർ റീസൺസ് വൈ ഐ ഡിഡ്ന്റ് ഫീൽ ടു നെഗറ്റിവിറ്റി. സോ അത് കാണണമെങ്കിൽ അടുത്ത വീഡിയോ കാണുക. ഗൈസ്, catch you guys next movie review. Stay safe.